ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, സങ്കീർത്തനങ്ങൾ 133:1. സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ച്, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ, മാതാപിതാക്കളുടെ ഊഷ്മളമായ സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ഫലമാണ് മക്കൾ. ഇന്ന് മക്കൾ അതെല്ലാം മറന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, മക്കൾ മാതാപിതാക്കളെയും, മാതാപിതാക്കൾ മക്കളെയും, അമ്മ അപ്പനെയും, അപ്പൻ അമ്മയെയും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും ഒക്കെ ചങ്കോട് ചേർത്ത് പിടിച്ചുള്ള സ്നേഹം. ഇപ്പൊ ഒരു ഇടവകയാണെങ്കിൽ ഇടവക വൈദികൻ തന്റെ ഇടവക ജനത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നു. ഇടവക ജനം തങ്ങൾക്ക് വേണ്ടി രാവും പകലും ഈ ദേശത്തിനെ കാവലിരിക്കുന്ന ഇടവക വികാരിയെ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നു. അപ്പൊ ഞങ്ങളൊരു ആശ്രമ ജീവിതമാകുമ്പോൾ ഈ പുണ്യകേകത്തിലെ പരസ്പരം എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായാലും അവർ തമ്മിൽ തമ്മിൽ ചങ്കോട് ചേർത്ത് പിടിച്ചുള്ള ഒരു ഊഷ്മളമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ സങ്കീർത്തനങ്ങൾ 133:1 മുതലുള്ള തിരുവചനങ്ങൾ അന്വർത്ഥമാകുന്നത്, സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരസ്പര സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിസ്റ്ററുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ മണവാളൻ, ആത്മമണവാളൻ യേശു ക്രിസ്തുവാണ്. ഈശോയിലേക്കുള്ള സ്നേഹത്തിലേക്ക് വളരുന്നതും ഞങ്ങളുടെ ഈ സമൂഹ അംഗങ്ങൾ തമ്മിലുള്ള അവരുടെ സ്നേഹവും, അവർ നമ്മുടെ ഭാരം വഹിക്കുകയും തളർന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുകയും കൈപിടിച്ചുയർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർ തരുന്ന സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അത് തന്നെയാണ് കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം യേശു ക്രിസ്തുവാണ്. പക്ഷെ പരസ്പരമുള്ള സ്നേഹബന്ധം, വളരെ ചങ്കോട് ചേർത്ത് വെച്ചുള്ള ഒരു സ്നേഹബന്ധം, ഇന്ന് ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. ഇന്ന് കുടുംബങ്ങളിലെ തർക്കിക്കുന്ന ജീവന്റെ ഭാഷ, സംസാരം, തർക്ക സംസാരങ്ങൾ, തർക്കിക്കുക. ഒരാൾ പറയും ഞാനാണ് വലുത് എന്നുള്ള അഹങ്കാരം, സ്വാർത്ഥ സ്നേഹമൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ മുറുമുറുപ്പും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളൊരു ജീവന്റെ ഭാഷ, മറ്റുള്ളവരെ ഒരു പോസിറ്റീവ് എനർജി, ഇപ്പൊ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഒരു ആശ്രമം കോൺവെന്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള സഹോദരിമാരുടെ ഒത്തൊരുമയിലുള്ള ജീവിതം മൂലം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ പുറപ്പെടുക. അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കാൻ ഇടവരികയാണ്. അപ്പോൾ സങ്കീർത്തനം 133 വൈദിക മന്ദിരങ്ങളിലും, സന്യാസ ഭവനങ്ങളിലും, ആശ്രമങ്ങളിലും, കുടുംബങ്ങളിലും, ആ ദേശത്തും ഉയർന്നു നിൽക്കട്ടെ, അഭിഷേകമായി തീരട്ടെ. ആമേൻ.